Let the world know that you're a womanizer. You go with some naughty talk. Yes. I don't mind people knowing I'm a womanizer. No Yes. problem. Already knowing. Still, I don't mind. I will do the charity. The way I go, I do it. Wait and watch. ബോബി ചെമ്മണ്ണൂരിനെതിരെ നടി ഹണി റോസ് പരാതി നൽകി. അങ്ങനെ ബോബി ചെമ്മണ്ണൂരിനെതിരായിട്ട് പേര് പറഞ്ഞുകൊണ്ട് ഹണി റോസ് കേസ് കൊടുത്തു എന്നാണ് കേൾക്കുന്നത്. അതേതായാലും നന്നായി. മാത്രമല്ല ആകാര വടിവത്ത ഹണി റോസിനെ പോലെ ഞാൻ നടീനെ പറഞ്ഞോളൂ, വെടിയെന്ന് പറഞ്ഞിട്ടില്ലേ. ദ്വയാർത്ഥ പരാമർശം ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഹണി റോസ്. അവരോടുള്ള പകപോക്കൽ എന്നുള്ള രീതിയിൽ ഏത് ഇന്റർവ്യൂസിലും ഇവരെ കുറിച്ച് സംസാരിക്കുകയും അപക്വമായ രീതിയിൽ അശ്ലീലമായ രീതിയിൽ അവരെ സംബോധന ചെയ്യുകയും ചെയ്തുകൊണ്ട് അയാള് അവരോടുള്ള വൈരാഗ്യം തീർക്കുകയായിരുന്നുവെന്ന് ഫേസ്ബുക്ക് പോസ്റ്റില് ഹണി റോസ് പറഞ്ഞു. സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് ഉൾപ്പെടെയുള്ള കേസുകളാണ് ഇതിനു മേലെ ചുമത്തപ്പെട്ടത്. ഏതായാലും പോലീസിന് ഭയങ്കര സന്തോഷമായി, അതുപോലെ തന്നെ മീഡിയയ്ക്കും. ഇതിന്റെ പുറകിന് നല്ല രീതിയിൽ എല്ലാവരും ഓടി. അതിന്റെ ഫലമായി 60 വയസ്സുള്ള ഒരു ഷാജിനെ പെട്ടെന്ന് ജീപ്പ് കയറ്റിയിട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്തു. ഷാജി തന്റെ പ്രായം മറന്ന് അശ്ലീല രീതിയിൽ ഹണി റോസിന്റെ പോസ്റ്റിന് താഴെ വന്ന് കമന്റ് ഇട്ടു എന്നുള്ളത് സത്യമാണ്. ഷാജി വിചാരിക്കാത്ത രീതിയിൽ ഷാജിക്ക് അതിനുള്ള പ്രതികരണവും കിട്ടി. ഏതായാലും ഷാജിനെ പൂട്ടി അതിനുശേഷം ബാക്കിയുള്ളവരെ തിരയുകയാണ് എന്ന് പറയുമ്പോഴും നമ്മളെല്ലാവരും വിഷമിച്ചൊരു കാര്യമുണ്ട്, എന്തുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിന്റെ പേര് പറഞ്ഞില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോ അത് മാറിക്കിട്ടിരിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് ഇറങ്ങിയിരിക്കുകയാണ്. ആദ്യം തന്നെ താങ്കൾക്കുള്ള ഒരു പിന്തുണ ഇന്നിപ്പോൾ ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിന്റെ പേര് തന്നെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തിയുടെ പേര് പരാമർശിച്ച് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതേപോലെ തന്നെ എച്ച്ഒയ്ക്ക് പരാതി കൈമാറിയിട്ടുണ്ട്. നന്മമരം എന്ന് പേരുള്ളത് കൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂരിനെ ആർക്കും തൊടാൻ പറ്റുകയില്ല എന്നുള്ള ഒരു മിഥ്യാധാരണ എല്ലാവർക്കും ഉണ്ട്. ശരിയായിരിക്കാം, ഇപ്പോ തന്നെ ഇയാള് മുൻകൂർ ജാമ്യം എടുത്ത് പുറത്തിറങ്ങുമായിരിക്കാം. എങ്കിൽ പോലും ഒരാള് ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങി അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ തയ്യാറായതിൽ ഹണി റോസിനെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. പലപ്പോഴും ബോബി ചെമ്മണ്ണൂർ നന്മമരമാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാല്, എവിടെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ബോബി ചെമ്മണ്ണൂര് അവിടെ ക്യാമറയുണ്ടെങ്കിൽ എത്തിയിരിക്കും. ക്യാമറയുടെ മുന്നിൽ വന്ന് തന്റെ സഹായ ഹസ്തങ്ങൾ നീട്ടുന്ന ഒരാളായിട്ടാണ് എപ്പോഴും ബോബി ചെമ്മണ്ണൂരിനെ കാണുക. പലപ്പോഴും വാഗ്ദാനം ചെയ്യുന്ന സഹായങ്ങൾ ആൾക്കാർക്ക് കിട്ടാറില്ല, അതിനെക്കുറിച്ച് ആരും ചോദിക്കാറുമില്ല. അതുപോലെ തന്നെ എവിടെ പബ്ലിസിറ്റി കിട്ടുമോ അവിടെയെല്ലാം ബോബി ചെമ്മണ്ണൂർ എത്താറുണ്ട്. കൂട്ടത്തിൽ 2-3 അശ്ലീല കമന്റുകള് സ്ത്രീകൾക്കെതിരെ പറയുന്നതും അയാൾക്കൊരു ഹരമാണ്.